ജില്ലാതല റിപ്പബ്ലിക് ദിനം ആശ്രമം മൈതാനിയിൽ വർണ്ണാഭമായി ആഘോഷിച്ചു. മന്ത്രി കെ.എൻ. ബാലഗോപാൽ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം മന്ത്രി സ്വീകരിച്ച് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. അഭിവാദ്യം ചെയ്യുവാൻ കടന്നു വരുന്നു ചിതറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീമതി രശ്മി നയിക്കുന്ന ലോക്കൽ പോലീസ് വുമൺ പ്ലട്ടൂൺ കൊല്ലം റൂറൽ. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികൾക്കൊപ്പം സാധാരണ മനുഷ്യരുടെ ജീവിതവും ക്ഷേമവും ഉയർത്താനുള്ള ബൃഹത് പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. അടിസ്ഥാന വികസന രംഗത്തും ഗതാഗത രംഗത്തും വ്യാവസായിക ഉൽപാദന മേഖലയിലും വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം, കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള 6 വരി ദേശീയപാത വികസനം, തീരദേശ മലയോര ഹൈവേകൾ, വ്യവസായ മേഖലയിലെ വമ്പൻ നിക്ഷേപങ്ങൾ, വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ വ്യാപനം തുടങ്ങി വിവിധ മേഖലകളിൽ കേരളം മുന്നേറുകയാണ്. ജനങ്ങളുടെ ആയ പിന്തുണയോടെ സംസ്ഥാനമാകെ നടക്കുന്ന അഭൂതപൂർവമായ വികസനം നാടിന്റെ ഭാവിക്ക് വൻ മുതൽക്കൂട്ടാകും. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവി വികസനത്തിന്റെ കവാടമാണ്. വ്യവസായ ഉൽപാദന മേഖലകളിൽ കേരളത്തിലുണ്ടാകുന്ന ഉണർവിന്റെ പ്രഭവ കേന്ദ്രമായി വിഴിഞ്ഞത്തിന് മാറാൻ കഴിയും. കേരളത്തിന്റെ തെക്കേയറ്റത്ത് നിന്ന് വടക്കേയറ്റത്തേക്ക് 6 വരി ദേശീയപാത പൂർത്തിയാവുകയാണ്. അതോടെ പതിറ്റാണ്ടുകൾ നീണ്ട കേരളത്തിന്റെ ഏറ്റവും വലിയ വികസന സ്വപ്നം യാഥാർത്ഥ്യമാണ്. വിജ്ഞാനാധിഷ്ഠിത വ്യവസായം, സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാകുന്ന കേരളത്തിന്റെ വളർച്ച ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. സംസ്ഥാനത്തെ 60 ലക്ഷത്തിലധികം പേർക്ക് 1600 രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, സംസ്ഥാനത്തെ ഭവനരഹിതരായ 4 ലക്ഷത്തിലധികം പേർക്ക് അടച്ചുറപ്പുള്ള വീടുകൾ, 42 കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം കാരുണ്യ ആരോഗ്യ പദ്ധതിയിലൂടെ സൗജന്യ ചികിത്സ തുടങ്ങിയവ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പടയണിയിൽ പങ്കെടുത്ത സേനാംഗങ്ങളെ മന്ത്രി മൊമെന്റോ നൽകി ആദരിച്ചു. തുടർന്ന് സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച ദേശീയ ഗാനാലാപനവും നടന്നു. ജില്ലാ കളക്ടർ എൻ ദേവിദാസ്, സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ, എം നൌഷാദ് MLA, കൊല്ലം റൂറൽ SP, മേയർ പ്രസന്ന എണസ്റ്റ്, ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.